إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും അവൻ്റെ വിധിവിലക്കുകളെ അനുസരിച്ചും അംഗീകരിച്ചും ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ശാരീരികവും മാനസികവുമായ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. നിമിഷങ്ങളുടെയും മിനിറ്റുകളുടെയും മണിക്കൂറുകളുടെയും ദൈർഘ്യം എത്രയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നൊരു സമയമാണ് വേദന. വേദനകളിൽ ഏറെ വലിയ വേദനയാണ് ഒറ്റപ്പെടലിൻ്റെ വേദന. അതനുഭവിച്ചവർക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ അനുഭവിക്കുന്ന മാനസികമായ വേദനയാണ് ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകളിൽ വലിയ വേദന. കൂടെ നിൽക്കേണ്ടവർ കൂടെ നിൽക്കാതിരിക്കുക, സഹായിക്കേണ്ടവർ സഹായിക്കാതിരിക്കുക, ഒറ്റപ്പെടുത്തുക, കൂടെ നിൽക്കേണ്ടവർ കൂടെ നിൽക്കാതെ മാറി നിൽക്കുക. പ്രതീക്ഷിച്ച ആളുകൾ കൂടെ നിൽക്കാതിരിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദനയാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനകളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അത്തരം സാധ്യതയുള്ള കുറെ ആൾക്കാരുണ്ട്, ഒറ്റപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ. അവരെ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത് എന്ന ശക്തമായ നിർദ്ദേശം ഖുർആനിലും ഹദീസിലും കാണാം. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയും സങ്കടവുമാണ് ഒറ്റപ്പെടുക എന്നത്. അള്ളാഹ് മനസ്സിലാക്കി തരുന്നത് എങ്ങനെയെന്നറിയോ? പരലോകത്ത് മനുഷ്യൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വേദനകൾ പറയുമ്പോൾ ആ വേദനകളെ കൂട്ടത്തിൽ അള്ളാഹ് പറയുന്നത് ഒറ്റക്കായി പോകുന്ന സന്ദർഭം എന്നാ. നമ്മൾ പലപ്പോഴും കേട്ടതാ. അള്ളാഹു പറയുന്നു, പല സ്ഥലത്തും അള്ളാഹ് പറയുന്നു. ചില സ്ഥലങ്ങളിൽ വലക്കത് ജിഅ്തുമൂന ഫുറാദ, തീർച്ചയായും നിങ്ങൾ ഒറ്റക്ക് വന്നിരിക്കുന്നു. കൂടെ വരേണ്ടവരൊന്നുമല്ല, ഒറ്റക്ക് വന്നിരിക്കുന്നു. വതറക്തും മാ ഖവ്വൽനാകും വറഅ ളുഹൂരിക്കും, നിങ്ങൾക്ക് പലതുണ്ടായിരുന്നു ഇവിടെ ദുനിയാവിൽ,
അതെല്ലാം വിട്ടേച്ച് നിങ്ങളെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞ് വിട്ടേച്ചിട്ട് ഒറ്റക്കാണ് വന്നിരിക്കുന്നതെന്നാ. പരലോകത്തിന്റെ ഭീകരത അല്ലാഹ് പറയാൻ വേണ്ടി പറഞ്ഞതാ ഒറ്റപ്പെടുമെന്നത്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, ഖിയാമത്ത് നാളിൽ അവരൊക്കെയും ഒറ്റക്ക് വരും എന്നാണ്. അത് പരലോകത്തിന്റെ ഭീകരത പറയാൻ അല്ലാഹ് പറഞ്ഞത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ. എത്ര സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞത്? മനുഷ്യൻ വാപ്പാനെ വിട്ട്, ഉമ്മാനെ വിട്ട്, മക്കളെ വിട്ട്, ഭാര്യനെ വിട്ട്, അഭയം നൽകിയവരെ വിട്ട് കൂടെ നിൽക്കേണ്ട ആരും ഉണ്ടാകൂല, ഒറ്റപ്പെടും. എത്ര ശക്തമായിട്ടാ പറഞ്ഞത്? വല തസിറു വാസിറത്തും വിസറ ഉഖറ. പാപഭാരം ഒരാളും വഹിക്കൂല. വലൗകാനദ ഖുർബ, ഏറ്റവും അടുത്ത ബന്ധുവാണെങ്കിലും. വഇൻ തദഉ മുസ്കലത്തുൻ ഇലാ ഇംലിഹ, ഒരല്പം അത് ഏറ്റെടുക്കാൻ വേണ്ടി വിളിച്ചാല് വരൂല. ഏറ്റവും അടുത്തവർ പോലും. അടുത്തവർ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കേണ്ടവർ. എപ്പോഴാ ഒറ്റപ്പെടാതിരിക്കുക? കൂടെ ആളുണ്ടാവുമ്പോ. ഒറ്റപ്പെടൽ എപ്പോഴാ? കൂടെ നിൽക്കേണ്ടവർ കൂടെ നിൽക്കാതിരിക്കുമ്പോ. അല്ലാഹ് പറയാണ് ഇത് പരലോകത്തിന്റെ ഭീകരതയാണ്. അപ്പൊ പരലോകത്തിന്റെ ഭീകരത പറയാൻ ഒറ്റപ്പെടുമെന്ന കാര്യം പറഞ്ഞു. എങ്കിൽ സഹോദരങ്ങളെ, ദുനിയാവിൽ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വേദനയാണ് ഒറ്റപ്പെടുക എന്നത്. അതിന് ചില സന്ദർഭങ്ങളുണ്ട്, അവിടെയൊക്കെ ശക്തമായ ഇടപെടലുകൾ. ഇപ്പം കുട്ടികൾ, പ്രത്യേകിച്ച് അനാഥ കുട്ടികൾ ഒറ്റപ്പെടും. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഒറ്റപ്പെടുത്താത്തവർക്ക്, ഒറ്റപ്പെട്ടു പോകുന്നവരെ കൂടെ നിർത്തുന്നവർക്ക് ഭയങ്കര പ്രതിഫല പറഞ്ഞത്. അതും കൂടി ഇതിന്റെ കൂടെ മനസ്സിലാക്കണം. ഇപ്പൊ കുട്ടികളെപ്പറ്റി അല്ലാഹ് പറഞ്ഞു, കുട്ടികൾക്ക് കാരുണ്യം ചെയ്യണം. അത് ചെറിയവരോട് കരുണ കാണിക്കാത്തവർ നമ്മിൽപ്പെട്ടവനല്ല. ശക്തമായ താക്കീത. നമ്മിൽപ്പെട്ടവനല്ല, മുസ്ലിം അല്ലാന്ന്. ചെറിയവരോട് കാരുണ്യം കാണിക്കണം. കാരണം അവർക്ക് കാര്യങ്ങൾ അറിയില്ല, പഠിച്ചിട്ടില്ല, അവർക്ക് ബുദ്ധിയില്ല, എന്താണെന്ന് അറിയില്ല, വളർച്ച എത്തിയിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ, ഒരു സ്വന്തം പ്രസവിച്ചൊരമ്മ ഒരു പിഞ്ചു പൈതലിനെ പുഴയിലേക്ക് എറിഞ്ഞു കൊന്നിട്ട് അതിന്റെ കാരണങ്ങളൊക്കെ ഓരോന്നോരോന്ന് വരുന്നു. പോലീസിന് കൊടുത്ത മൊഴിയിൽ ആ അമ്മ ആദ്യം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അവർ പറഞ്ഞ വാക്ക്, ഞാൻ ഒറ്റപ്പെട്ടു പോയിന്നാ. ആ അമ്മ പറഞ്ഞ വാക്കതാണ്. എന്നെ ഒറ്റപ്പെടുത്തി, കൂടെ നിൽക്കേണ്ടവർ കൂടെ നിന്നില്ല. ഭർത്താവിന്റെ വീട്ടുകാരും ബന്ധുക്കളൊക്കെ ആ ഒറ്റപ്പെടുത്തിയതിന്റെ പ്രതികാരം തീർത്തതാണ് ഞാൻ എന്നാ പോലീസിന് കൊടുത്ത മൊഴി. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പത്രത്തിൽ ആ വാർത്ത. എങ്ങനെ വന്നാലും അത്തരം ക്രൂരതകൾ ചെയ്യാൻ പാടില്ലല്ലോ. കുട്ടികളോട് അവർക്കറിയില്ല. സ്വന്തം പിതാവിന്റെ അനുജൻ തന്നെ ഈ കുട്ടിയെ പിടിച്ച് മടിയിൽ ഇരുത്തുന്നത് സ്നേഹിക്കാനും ലാളിക്കുന്നതും സ്നേഹിക്കുന്നതും മാത്രം അറിയാവുന്ന അംഗൻവാടിയിലൊക്കെ പോകുന്ന പിഞ്ചു മക്കൾ, ആ പ്രായത്തിലുള്ളവര്. ശ്രദ്ധ വേണം, ജാഗ്രത വേണം. അപ്പൊ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുള്ളവരെ കൂടെ നിർത്തണം എന്നാ പറഞ്ഞത്. ആ കുട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അനാഥകൾ. എന്താ റസൂൽ പറഞ്ഞത്? അന വകാഫിലുൽ യതീമി ഹഖദാ ഫിൽ ജന്ന. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഇപ്രകാരം. ചൂണ്ടിവിരലും നടുവിരലും ചേർത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, അകന്നു പോകാൻ, ഒറ്റപ്പെടാൻ സാധ്യതയുള്ള യതീമിനെ ചേർത്ത് പിടിച്ചാൽ, ആ യതീമിനെ ചേർത്ത് പിടിച്ചാൽ സ്വർഗത്തിൽ ഇപ്രകാരം. റസൂലുള്ളാഹിന്റെ കൂടെ ഈ രണ്ടുപേരിൽ അത്രയും അടുത്തെന്ന് എത്ര വട്ടം നമ്മൾ കേട്ട ഹദീസ. എന്താ അതിന്റെ കാരണം? ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുള്ളവരാ യതീമക്കള്, അവരെ ചേർത്ത് പിടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാണ് സൂറത്തുൽ ളുഹയിൽ, വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയെ, നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല, വെറുത്തിട്ടുമില്ല. കൈവിട്ട് കളഞ്ഞിട്ടില്ല, ഒറ്റപ്പെടുത്തിയിട്ടില്ല, വെറുത്തിട്ടുമില്ല. റസൂലിന് അല്ലാഹ് കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് പറയാണ്. അലം യജിദക യതീമൻ ഫആവാ. അനാഥനായി കണ്ടു, അല്ലാഹ് സംരക്ഷണം തന്നു. ശത്രുക്കളാൽ അഭയം കൊടുത്തു. അകറ്റേണ്ടിയിരുന്ന ശത്രുക്കൾ അബ്ദുൽ മുത്തലിബും അബൂ ത്വാലിബും. റസൂലുള്ളാഹ് ഗർഭശിശു 6 മാസമായിരിക്കെ വാപ്പ മരിച്ചു. 6ാമത്തെ വയസ്സിൽ ഉമ്മി മരിച്ചു. യതീമാണ്. അപ്പോൾ ആദ്യം അബ്ദുൽ മുത്തലിബ്, പിന്നെ അബൂ ത്വാലിബും സംരക്ഷണം ഏറ്റെടുത്തു. അലം യജിദക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദ. വഴി തെറ്റിയവനായി കണ്ടു, വഴി കാണിച്ചു തന്നു. വവജദക ആയിലൻ ഫഅന. ദരിദ്രനായി കണ്ടു, ഐശ്വര്യം നൽകി. അതുകൊണ്ട് ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. ഒരു അനാഥയെയും നീ അടിച്ചമർത്തരുത്. ഫഅമ്മ സായില. ചോദിച്ചു വരുന്നവനെ ഫലാ തൻഹർ. നീ മിരട്ടി ഓടിക്കരുത്. ആരുമില്ലാത്തോണ്ടാ ചോദിച്ചു വരുന്നത്. തരാൻ ആരുമില്ല, കൂടെ നിർത്താൻ ആരുമില്ല, നിർത്തേണ്ടവരില്ല.
ഒറ്റപ്പെട്ടു പോയി ജീവിതത്തിൽ, ഇനി കൈനീട്ടല്ലാതെ മാർഗമില്ല. അങ്ങനെ വരുന്നവരാണ്. അവരെ ഓടിക്കരുത്, മിരട്ടി ഓടിക്കരുത്. എല്ലാവരും ഒരേ പാവൂല. എല്ലാവരും കള്ളുടിക്കാനും കഞ്ചാവടിക്കാനും ആരോഗ്യം ഉണ്ടായിട്ടും തിണ്ടാൻ വരുന്നവരാവണമെന്നില്ല. അങ്ങനെ വരുന്നവരുണ്ടാകും, അവർക്ക് കൊടുക്കാനും പാടില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയി, ആ ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് പിടിക്കണം. വളരെ ശക്തമായ നിർദ്ദേശമാണ്. ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുള്ള മറ്റൊരു വിഭാഗമാണ് പ്രായമായ ആൾക്കാർ. അവരെ ചേർത്ത് പിടിക്കണം. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന. എല്ലാവർക്കും അറിയാമായത്. പ്രത്യേകിച്ച് ഇമ്മാ യബുല അന്ന ഇന്ദക്കൽ കിബറ, വയസ്സായ വാപ്പിയമ്മയും ഒറ്റപ്പെട്ടു പോകും. വീട്ടിൽ ഒറ്റക്കായിരിക്കും. ചങ്ങാതിമാരും കൂട്ടുകാരും ആരുമില്ല. അവരൊക്കെ ചിലപ്പോൾ വീട്ടിൽ ഒറ്റക്കാകുമ്പോൾ, പിന്നെ അങ്ങാടിയിലേക്ക് പോയിരുന്നു, വർത്തമാനം പറയാൻ ആളുണ്ടായിരുന്നു, സംസാരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം ആരുമില്ല, ഒറ്റപ്പെട്ടു പോയി. അവർ ഒറ്റപ്പെട്ടു എന്ന് നമ്മളെ വീട്ടിലെ വയസ്സായ അപ്പാക്കും ഉമ്മാക്കും ആരുമില്ല എനിക്ക് എൻ്റെ വേദന അറിയാൻ, എൻ്റെ കൂടെ നിൽക്കാൻ എന്ന് തോന്നിയാൽ സഹോദരങ്ങളെ, നമുക്ക് എത്ര വലിയ ആളായിട്ടും കാര്യമില്ല, എന്ത് തന്നെ അമലുണ്ടായിട്ടും കാര്യമില്ല, വട്ടപൂജയിക്കാരാം. അള്ളാഹ് പറഞ്ഞ വാക്ക് നോക്കി നിങ്ങൾ ചെയ്യുന്ന വാക്ക് പറയരുത്. അവരെ നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുക. കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കുക എന്നാണ്. ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളുമായി പോകുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അഭയം മാറിലേക്ക്, ആ അമ്മ തള്ളക്കോഴി അതിന്റെ ചിറകിനകത്തേക്ക് മക്കളെ ചേർത്ത് പിടിക്കുകയാണ്. അല്ലേ? ചേർത്ത് പിടിക്കണമെന്നാ. ഒറ്റപ്പെട്ടു പോകരുത്, അകന്നു പോകരുത്. ഫലാ തൻഹറുഹുമാ, കയർത്ത് സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കുമ്പോൾ കുറെ അകലുണ്ടാവുക. അല്ലേ? ബന്ധം കുറെ അകന്നു പോയിന്ന് തോന്നുക, ഉണ്ടാവാൻ പാടില്ല. എത്ര ശക്തമായ നിർദ്ദേശമാണ് അള്ളാഹു നൽകിയത്. സഹോദരങ്ങളെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഭാര്യമാര് മരിച്ചുപോയ പ്രായമായ വാപ്പ. പ്രായമായ ഉമ്മാർക്ക് വാപ്പാര് മരിച്ചാല് ഉമ്മാര് പിന്നെയും ജീവിക്കും. അത് അള്ളാഹ് കൊടുത്തൊരു പ്രകൃതിയാണ്. അള്ളാഹ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആണുങ്ങൾക്ക് 4 വരെ കെട്ടാന്നും പെണ്ണുങ്ങൾക്ക് 1 പാടുള്ളൂ എന്നും പറയാനുള്ള കാരണം ആ പ്രകൃതി പടച്ചോൻ കൊടുത്തതാ. പടച്ചോൻ കൊടുത്ത പ്രകൃതി തീരുമാനം പടച്ചോനാ. ഭർത്താവ് മരിച്ചാല് ചെറുപ്പക്കാരി അല്ലെങ്കിൽ പ്രായമായ ഒരു 10, 60, 65, 70 വയസ്സിലൊക്കെ മരണപ്പെട്ടു പോയാൽ ആ ഉമ്മ പിന്നെ ഈ മക്കളെ കൂടെ പേരക്കുട്ടികളെ കൂടെ ഒക്കെ ജീവിക്കും. പക്ഷേ ഭാര്യ മരിച്ചുപോയ വയസ്സായ വാപ്പാരുണ്ട്. പറ്റ കടന്നുപോയവരല്ല, പള്ളിയിൽ ജമാഅത്തിന് വരുന്നു, നടക്കാൻ പറ്റും, അവരെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അങ്ങനത്തെ വാപ്പാര് ഒറ്റപ്പെട്ടു പോകും ജീവിതത്തിൽ. സമ്പത്തുള്ള മക്കൾ സ്വത്ത് പോകുമല്ലോ, സ്വത്തിലൊരു വിഹിതം പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാപ്പാർക്ക് പെണ്ണിട്ടിച്ചു കൊടുക്കാറില്ല. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. മക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ആ ചെയ്യുന്നത്. ഏറ്റവും വലിയ പാതകമാണ് ആ ചെയ്യുന്നത്. കാരണം എന്താ അറിയാ, അവർ ഒറ്റപ്പെട്ടു പോകും. ഭാര്യ മരിച്ചു, എന്നിട്ട് അവർ പ്രായമായി, അവരെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അവർ ആരോഗ്യമൊക്കെ ഉണ്ട്. അവർ ബാത്റൂമിൽ, അവരുടെ കുളിയിൽ, അവരുടെ വൃത്തിയിൽ, അവരുടെ ശരീരത്തിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ, അതിനൊക്കെ ഈ ഔറത്ത് കാണാൻ പെൺകുട്ടികളുണ്ട്. ഞങ്ങൾ പെൺകുട്ടികളുണ്ടല്ലോ വാപ്പാനെ നോക്കാൻ. എൻ്റെ ഭാര്യമാര്, ഞങ്ങളെ മക്കൾ വലിയ മക്കൾ പറയും, ഞങ്ങളെ ഭാര്യമാരുണ്ടല്ലോ അവിടെ, ആ ഭാര്യമാർക്ക് ഈ വാപ്പാന്റെ ഔറത്ത് കാണാൻ പറ്റുമോ? ബാത്റൂമൊക്കെ കുളിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അവരുടെ വിസർജ്യങ്ങൾ കഴുകി ശുദ്ധീകരിക്കാൻ അവർക്ക് പറ്റുമോ? ഔറത്ത് കാണാൻ പാടുണ്ടോ? അതുകൊണ്ട് അവരെപ്പോഴും ഇങ്ങനെ ഇരുന്ന് ഒറ്റപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകും. ആ ഒറ്റപ്പെടൽ ഉണ്ടാവാൻ പാടില്ല. അവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. അത് ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അവരിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഒരു ചായ കിട്ടണമെങ്കിൽ, അവർ ആഗ്രഹിക്കുന്ന ഒരു ചായ കിട്ടണമെങ്കിൽ, അവർ ആഗ്രഹിക്കുന്ന പോലെ അവരെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആ മരിച്ചുപോയ ഭാര്യയെക്കുറിച്ച് ഓർത്ത് അവസാന കാലം മുഴുവൻ ഒറ്റയ്ക്കിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. ആ ഒറ്റപ്പെടലിന്റെ വേദന അത് അനുഭവിക്കുന്നവർക്കറിയാം. അവരിപ്പോൾ പറയില്ല, മിണ്ടൂര. വയസ്സായി, ഒരുപാട് അസുഖങ്ങളുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗറുണ്ട്, അതുപോലെ തന്നെ പ്രഷറുണ്ട്, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് വാർദ്ധക്യകാലത്ത് ഉണ്ടാകുന്ന എല്ലാ അവശതകളും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയായിരിക്കും ഇത്. ആ വേദന ഒരുവിധ ആൾക്കാരൊന്നും മക്കളോടൊന്നും പറയില്ല. ഏത് വാപ്പാരെ പറയാ എനിക്കൊരു പെണ്ണിട്ടണമെന്ന്? മക്കൾ അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. അറിഞ്ഞ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, കടപ്പാടുകൾ പ്രധാനമാണത്. ആ വാപ്പാരെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഒറ്റക്കാക്കുക എന്നുള്ള പണി ചെയ്യാൻ പാടില്ല. ഒറ്റപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് വിധവകൾ. ഭർത്താവ് മരിച്ചു, ചെറിയ മക്കളുണ്ട്, പ്രായമായവരല്ല, ചെറിയ പെൺകുട്ടികൾ, 2 കുട്ടികൾ, 3 കുട്ടികൾ,
20 വയസ്സ്, 25 വയസ്സ്, 35 വയസ്സ്, 40 വയസ്സൊക്കെ ജീവിതം പലപ്പോഴും തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഒരു ആക്സിഡന്റിൽ മരിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. ആ വിധവകൾ, അനാഥകളുണ്ട്. അവർ പലപ്പോഴും ഒറ്റപ്പെടും. ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരാണ് അനാഥകളെപ്പോലെ വിധവകൾ. അനാഥകളെ ചേർത്ത് നിർത്തുന്നത് പോലെ വിധവകളെ ചേർത്ത് നിർത്തണം എന്ന് റസൂൽ പറഞ്ഞു. അതിന്റെ പ്രതിഫലം നോക്കൂ നിങ്ങൾ. അസ്സാഇ അലൽ അർമില, വിധവകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, വിധവകളെ സഹായിക്കുന്നവർ. വിധവനെ സഹായിക്കാൻ ഒന്നാമത്തെ സഹായം അവരെ ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ്, വിവാഹം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതല്ലെങ്കിൽ ആ വിധവകളുടെ അവസ്ഥയും കുടുംബവും അറിഞ്ഞ് അവരെ സഹായിക്കുന്നവർ, കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്, ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുള്ള അവരെ ചേർത്ത് പിടിക്കുന്നവർ, അവരെ സഹായിക്കുന്നവർ, അവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നവർ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവിനെ പോലെയാണ്, അവന്റെ സ്ഥാനാണ്. എന്ന് മാത്രമല്ല, അവിൽ ഖായിം, രാത്രിയിൽ ഒന്നും നിന്ന് നിസ്കരിക്കുന്നവനെ പോലെയാണ്. ഖായിമുൽ ലൈൽ വസായിമുൻ നഹാർ, പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നവനെ പോലെയാണ്. അത്രയും വലിയ പ്രതിഫലമാണ് അവർക്കുള്ളതെന്ന് ചേർത്ത് പിടിക്കുന്നവർക്ക്. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കാണാം, ഒറ്റപ്പെടാൻ സാധ്യതയുള്ളവരെ പറ്റൊക്കെ അള്ളാഹ് അങ്ങനെ എടുത്തു പറയുന്നത് കാണാം. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, അള്ളാഹനെ മാത്രം ആരാധിക്കണം, പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണം. ഇഹ്സാൻ ചെയ്യേണ്ട മാതാപിതാക്കൾ ഖുർആൻ തദബ്ബുർ ചെയ്ത് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം. എപ്പോഴാണ്? ആരോഗ്യമുള്ള മാതാപിതാക്കളെ പറ്റിയല്ല, പിന്നെ എപ്പോഴാണ്? അവർക്കൊരു ഇഹ്സാൻ കിട്ടേണ്ട പ്രായം വയസ്സായ സമയത്താ, ഒറ്റപ്പെട്ടു പോകും. വബിദിൽ ഖുർബാ, അടുത്ത ആളുകൾ. എന്താ ഖുർബ എന്ന് പറഞ്ഞാൽ? ചേർത്ത് നിർത്തേണ്ട ആൾക്കാർ, അതാണ് അടുത്തവർ, ബന്ധുക്കൾ എന്ന് പറഞ്ഞതാണ്. ഒറ്റപ്പെട്ട് ആരും ഇല്ലാതായി പോകരുത്. വബിൽ ഖുർബ വല്യത്താമ വൽമസാക്കീൻ, മിസ്കീമാരാണെങ്കിൽ, അവൻ മിസ്കീനാണെങ്കിൽ കീശിൽ കായുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ചുറ്റുണ്ടാവും. ഒരു മിസ്കിന്റെ ഒപ്പം അല്ലാതെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. വൽജാരിദിൽ ഖുർബ, അടുത്ത ബന്ധു, ബന്ധുവായ അയൽവാസി ഉണ്ടെങ്കിൽ ചിലപ്പോഴും പലപ്പോഴും അവരെ തിരിഞ്ഞു നോക്കാൻ ആൾക്കാരുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവാറ് പലപ്പോഴും അങ്ങനെയാണ്. അഞ്ചൻ മരിച്ചു, അഞ്ചന്റെ മക്കളുണ്ട്, കുടുംബമുണ്ട്, തൊട്ടടുത്താണ്. പക്ഷെ അവരാരൊക്കെ സഹായിക്കുന്നുണ്ട്, അവരെ സഹായിക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്നാണ് നമ്മൾ പറയാ. അങ്ങനെ പലരും അകറ്റി നിർത്താറുണ്ട്. വൽജാരിൽ ജുനുബ്, അന്യരായ അതല്ലാത്ത അയൽവാസികൾ. വസാഹിബി ബിൽ ജംബ്, ജംബ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭാഗത്തിനാ പറയാ. സാഹിബ് എന്ന് പറഞ്ഞ ആള്, ഈ ജംബ് എന്ന് പറഞ്ഞ ഈ അടുത്തുള്ള, ഈ ഭാഗത്തുള്ള ആള് എന്ന് പറഞ്ഞാൽ അടുത്ത് നിർത്തേണ്ട, ചേർത്ത് നിർത്തേണ്ട ആൾക്കാര്. വബിന സബീൽ, യാത്രക്കാരൻ, ഒറ്റപ്പെട്ടു പോയി, എവിടുന്നോ ദൂരെ യാത്ര കഴിഞ്ഞ് യാത്രയിൽ അങ്ങനെ എല്ലാം പോയി, ചിലപ്പം സ്വന്തം നാടല്ല, വീടല്ല, അറിയണോലില്ല, പരിചയമുള്ളവരില്ല, ഒറ്റപ്പെട്ടു പോയി യാത്രക്കാരൻ. മലക്കത്തെ ഇമാനുക്കും അതുപോലെ തന്നെ അടിമകൾ, എല്ലാവരും അകറ്റി നിർത്തുന്ന അടിമകൾ, ഇവരെ പറ്റൊക്കെ അള്ളാഹ് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അവർക്കൊക്കെയും നന്മ ചെയ്യണമെന്നാ പറഞ്ഞ്. എന്ന് പറഞ്ഞാൽ നന്മ അവരെ ചേർത്ത് പിടിക്കാന്ന, അകന്നു പോകാൻ സാധ്യതയുള്ളവരൊക്കെ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞു. ഇനി മറ്റൊരു വിഭാഗമാണ് സഹോദരങ്ങളെ രോഗികൾ. രോഗിയായി കിടക്കുന്ന ഒരാളെ നമ്മൾ സന്ദർശിക്കാം. അത് ഞാൻ ഒറ്റക്കല്ല എന്നുള്ളൊരു തോന്നലുണ്ടാകും. ഒറ്റപ്പെടാൻ ഒരാൾ രോഗം തീവ്രത കൂടുന്നതിനനുസരിച്ച് ഒറ്റപ്പെടൽ കൂടും. വലിയ രോഗിനെ ICUലാക്കും, കുറച്ചും കൂടിയ വെന്റിലേറ്ററിലാകും. ഒറ്റക്ക അല്ലേ, ബന്ധുക്ക് ഒരാൾക്കും ഒപ്പം നിൽക്കാൻ പറ്റില്ല, എല്ലാവരും പുറത്താ. പിന്നെ ഒരു ടൈമുണ്ട്, ആ ടൈമിനൊന്ന് പോയി കണ്ട് വരാം, അത്രേ ഉള്ളൂ. രോഗികൾ എന്ന് പറഞ്ഞാൽ രോഗത്തിനനുസരിച്ച് ഒറ്റപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് പറഞ്ഞു, അത്തരം ആളുകളെ അവർ ഒറ്റക്കായി പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്, രോഗികളെ സന്ദർശിക്കണം. അത് ആശുപത്രികളിലും വീടുകളിലൊക്കെ രോഗികളെ സന്ദർശിക്കുമ്പോൾ ആ രോഗികൾക്കൊരു സമാധാനമാണ്. കാരണം എന്താ? ഞാൻ ഒറ്റക്കല്ല, എനിക്കൊരുപാട് പ്രാർത്ഥന കിട്ടുന്നുള്ളതാ. രോഗിയെ കാണാൻ വരുമ്പോൾ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഹദിയകളെക്കുറിച്ച് ഓർത്തല്ല. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നല്ല 400ന്റെ മേലെ ഷുഗറുള്ള ആക്കി നമ്മൾ നല്ല അലുവക്കട്ടേറ്റക്കാരൻ പോവുക, അത് രോഗിക്ക് തിന്നാനൊന്നും കഴിഞ്ഞോളന്നില്ല. അവിടെ കൊണ്ടുവരുന്ന ഹദിയകളെക്കുറിച്ചല്ല, മറിച്ച് വന്ന് ലാബോസത്തുഹുർ ഇൻഷാ അല്ലാഹ്, വിഷമിക്കേണ്ട, അള്ളാഹ് റെഡിയാക്കും. അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യശ്ഫീക്, നിനക്ക് ശിഫയാകാൻ അള്ളാഹിനോട്, അർശിന്റെ നാഥനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ ചോദിക്കുന്നു എന്ന് രോഗിന്റെ മുന്നിൽ വെച്ച് പറയുമ്പോൾ ആ രോഗിക്കുണ്ടാകുന്ന വല്ലാത്തൊരു സമാധാനമുണ്ട്. ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുള്ള മറ്റൊരു വിഭാഗമാണ് രോഗികൾ. അതുകൊണ്ട് പ്രതിഫലം പറഞ്ഞു. എന്താ പ്രതിഫലം എന്നറിയോ? ഒരു ഈമാനുള്ള മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ ആ കാര്യമാണ് പ്രതിഫലം. റസൂലുള്ളാഹി പറഞ്ഞു, മാമിൻ റജുലിൻ യഊദു മരീദൻ മുംസിയൻ, ഒരു രോഗിനെ സന്ദർശിക്കാൻ ഒരാൾ വൈകുന്നേരം പോയി, ഒരു രോഗിയെ സന്ദർശിക്കാൻ വൈകുന്നേരം അവന് പോയി, ഇല്ലാ ഖറജ മഅഹു 70 അൽഫ മലിക്. ഓ മാത്രമല്ല പോയത് കേട്ടോ, ചിലപ്പോൾ 2 3 ഒരു കാറിൽ പോയി. അവർ മാത്രമല്ല
അവർ ഇന്ന രോഗിയെ കാണാൻ വേണ്ടി പുറപ്പെട്ടപ്പം അവരെ കൂടെ പുറപ്പെട്ടത് 70,000 മലക്കുകളാണ്. 70,000 മലിക്. അള്ളാന്റെ റസൂലാ പറഞ്ഞത്. 70,000 മലക്കുകൾ പുറപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ആ മലക്കുകള് അവർ പ്രാർത്ഥിക്കും, യസ്തഗ്ഫിറുൻ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കും. ഹത്താ യുസ്ബിയ, രാവിലെ വൈകുന്നേരം പോയി രോഗിനെ കാണാൻ പോയ ആളുകൾക്ക് വേണ്ടി രാവിലെ വരെ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കണത്? പുറത്തു കൊടുക്കും പടച്ചവനെ എന്ന്. രോഗിക്കല്ല, കാണാൻ പോയവർക്കാ ബെനിഫിറ്റ്, കാണാൻ പോകുന്നവർക്കാണ് പ്രതിഫലം. വീണ്ടും പറഞ്ഞു, ഒരാള് പുറപ്പെട്ടു. അവന് പുറപ്പെട്ടത് മുസ്ബിഹൻ, രാവിലെ പുറപ്പെട്ടു. ഹർജമഅ 70,000 മലിക് ഹത്താ യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുംസി. വൈകുന്നേരം വരെ ഈ 70,000 മലക്കുകൾ ഈ പോയ ആൾക്കാർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്ന, പ്രാർത്ഥിക്കുന്ന മലക്കുകൾ. ഇത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് സഹോദരങ്ങളെ. ജീവിതത്തിൽ ചിലപ്പോ ഒറ്റപ്പെട്ടു പോകും ചില ആളുകളൊക്കെ. അത് ചില സന്ദർഭങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. എന്താന്ന് ചോദിച്ചാല് നമ്മളായിട്ട് ഉണ്ടാക്കണമെന്നല്ല. ചിലപ്പം ഭർത്താവ് ഗൾഫിൽ പോയി, മക്കള് ജോലിക്ക് പോയി, വിദേശത്ത് പോയി, ചിലപ്പം പലപ്പോഴും അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയൊക്കെ ഉണ്ടാകും. പക്ഷെ ആ അവസ്ഥയിലൊന്നും സഹോദരങ്ങളെ നമ്മൾ വേദനിക്കുകയോ വിഷമിക്കുകയോ അല്ല ചെയ്യേണ്ടത്. മറിച്ച് അള്ളാഹു കൂടെയുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവണം. അതും കൂടി ആ കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. അള്ളാഹു കൂടെയുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു പെണ്ണ് 2 മക്കളെ കൈപിടിച്ച് റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോയിട്ട് ആത്മഹത്യ ചെയ്തത് എന്തിനാണ്? തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്, എഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് പെണ്ണിൻ്റെ തല എടുത്തു കൊണ്ടുവന്നത്. കൈകാലുകളൊക്കെ മുറിഞ്ഞ് തെറിച്ചുപോയി. എന്താ പ്രശ്നം? കുടുംബ പ്രശ്നം, വേറൊന്നല്ല. അവൾക്ക് തോന്നി എൻ്റെ മുന്നിൽ മുഴുവനായിട്ട് ഇരുട്ട, ഒന്നുമില്ല, ആരുമില്ല എന്ന് തോന്നിയൊരു സന്ദർഭം. ആരുമില്ല എന്ന് തോന്നി. ശരി, അങ്ങനല്ല വേണ്ടത്. ഈമാൻ ഉണ്ടെങ്കിൽ, മുസ്ലിം ആണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹ് ഉണ്ട്. ഇബ്രാഹിം നബിന്റെ കഥ പറഞ്ഞ സമയമാണ് ഇപ്പം. ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിക്കുന്ന സമയമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കത്തെത്തി. ഭാര്യ കുട്ടി ഒറ്റക്കാക്കിയിട്ട് പോരുകയാണ്. ഒറ്റക്കാക്കിയിട്ട് പോരാ. വയസ്സ് വരെ പ്രാർത്ഥിച്ചിട്ട് അവസാനം കിട്ടിയ കുട്ടിയാ. അപ്പോ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈറ ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. ആരുമില്ല എന്നാണ് പ്രാർത്ഥന. പടച്ചവനെ വിളിച്ചാൽ ഓടി വരാൻ ഒരാളില്ല, കൃഷിയില്ല, വെള്ളമില്ല, ഒന്നുമില്ല. എൻ്റെ ഭാര്യയും മക്കളും ഒറ്റക്കാണ്. ഒറ്റപ്പെട്ടു പോയി ഭാര്യയും കുട്ടിയും. എന്നിട്ട് പോകാൻ വേണ്ടി കൽപ്പിക്കുകയാണ് ഇബ്രാഹിം നബിനോട് അല്ലാഹ്. അവിടെ ഇബ്രാഹിം നബിക്ക് അല്ലാഹ് ഉണ്ട് എന്നുള്ള ബോധമാണ്. ഹാജറ ബീവിക്കും കുഞ്ഞിസ്മായിലിനും ആ കുടുംബത്തിന് ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയില്ല. കാരണം എന്താ? അല്ലാഹ് ഉണ്ട്, അല്ലാഹ് സഹായിക്കും. ആ തവക്കുല. പ്രവാചകന്മാരൊക്കെ കഥ നോക്കി നിങ്ങൾ. അവിടെയൊക്കെ ഒറ്റപ്പെട്ടു പോകുമെന്ന് അറിഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരൊക്കെ ഒറ്റപ്പെടുത്തി, സഹായിക്കുന്ന പ്രതീക്ഷയിലൊക്കെ ഒറ്റപ്പെടുത്തി. ഉമ്മാന്റെ നാട്ടിൽ പോയി, അവിടുന്ന് ഒറ്റപ്പെടുത്തി. കൂടെ നിൽക്കേണ്ടവർ അല്ലേ? ഒരു പ്രതിസന്ധി വന്നാൽ സഹോദരങ്ങളെ, ഒരു പ്രയാസം വന്നാൽ നമ്മളെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ളവരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തിയാൽ സഹിക്കാൻ കഴിയാത്ത വേദനയല്ലേ? കൂടെ നിൽക്കുന്ന ഉറപ്പുള്ളവർ വേറെയുള്ളവരെ പോലല്ലല്ലോ. സഹായിക്കുന്ന പ്രതീക്ഷിച്ച ആൾക്കാർ നമ്മളെ കൈയൊഴിഞ്ഞാൽ സഹിക്കുന്ന വേദന സഹിക്കാൻ പറ്റൂല. അവിടെയൊക്കെ നബി മനസ്സിൽ ഉറപ്പിച്ചൊരു കാര്യമുണ്ട്. സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞില്ല, ഇന്നല്ലാഹ മഅനാ. ഒറ്റക്കല്ല, അല്ലാഹ് ഉണ്ട് എന്നുള്ളതാ. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ കരുത്ത് നൽകുന്ന സംഗതിയാണ് അല്ലാഹ് കൂടെയുണ്ട് എന്നത്. അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയി എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറയല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? ഖുർആനിലൊരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്, അതൊന്ന് പഠിച്ച് പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി, കൂടെ നിൽക്കേണ്ടവരാരും കൂടെ നിന്നില്ല, എല്ലാവരും തള്ളി പറഞ്ഞു എന്ന് തോന്നുന്നൊരു സമയം, നിരപരാധിയായിരിക്കും, ചിലപ്പം ഒരു കേസായിരിക്കും, എന്തെങ്കിലും ഒരു കേസിൽ പെട്ടു, അല്ലെങ്കിൽ ഒരു നിർവാഹമില്ലാത്ത സമയത്ത് ചെയ്തു പോയ എന്തോ ഒരു അപരാധം, അതിൻ്റെ പേരിൽ എല്ലാവരും മുഖത്തിരിക്കുകയാണ്, ആരും കൂടല്ല. അങ്ങനത്തെ ചില സമയം ഉണ്ടാവും. ആ സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ എന്താ പ്രാർത്ഥിക്കണം? റബ്ബന വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറ. ഈ പ്രാർത്ഥന മുസ്തദഈഫീങ്ങളായ ആളുകൾക്ക്, ഒറ്റപ്പെട്ടു പോയവർക്ക്, നോക്കാൻ ആളില്ലാത്തവർക്ക്. ഫലസ്തീനിൽ ഇപ്പോഴും ഇനി UN ഐക്യരാഷ്ട്രസഭ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം 10,000-കണക്കിന് കുട്ടികൾ മരിക്കാൻ പോകുന്ന പട്ടിണി കാരണം. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടാണ്, കഴിഞ്ഞ ദിവസത്തെ. എത്രയും പെട്ടെന്ന് അവർക്ക് ഭക്ഷണം എത്തിച്ചിട്ടില്ലെങ്കിൽ 10,000-കണക്കിന് കുട്ടികൾ ഗസയിൽ മരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എല്ലാവരാലും ഒറ്റപ്പെട്ടു പോയാൽ ഒരു വിശ്വാസിക്ക് ഒരേ ഒരു പ്രാർത്ഥനയാണ്, റബ്ബന വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറ. ദുർബലരാണ് പടച്ചോനെ, ശക്തിയില്ലാത്തവനാണ് പടച്ചോനെ,
എന്റെ നിരപരാധിത്വം ഒരാളെ മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല പടച്ചോനെ. ഞാൻ ഒറ്റപ്പെട്ടു പോയി. വജഅൽനാമിൽ നിനക്ക് വലിയ പടച്ചോനെ, നിന്റെ അടുക്കൽ നിന്ന് എനിക്കൊരു സഹായം ഏർപ്പാടാക്കിക്കൊണ്ട പടച്ചോനെ. വജഅൽനാമിൽ നിനക്ക് നസീറ, നിന്റെ അടുക്കൽ നിന്ന് ഒരു രക്ഷാധികാരി സഹായിയെ ഏർപ്പാടാക്കിക്കൊണ്ട പടച്ചോനെ. എന്തെങ്കിലും ഒരു മാർഗം പടച്ചോൻ കാണിച്ചതായിരിക്കൂല. ഈമാനോടുകൂടി ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ സഹോദരങ്ങളെ, ഒറ്റപ്പെടലിന്റെ വേദന വലിയതാണ്. അത് അനുഭവിക്കുന്നവർക്ക് അത് അനുഭവിക്കാൻ കഴിയും. അത് രാജ്യങ്ങളാണെങ്കിലും രാഷ്ട്രങ്ങളാണെങ്കിലും നാടുകളാണെങ്കിലും വീടകങ്ങളാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും സഹോദരങ്ങളെ, ഒറ്റപ്പെടുത്തരുതാരെയും. ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ദുൽഖഅദ് 25 ഇൻഷാ അല്ലാഹ് വരുന്ന ചൊവ്വാഴ്ച അഥവാ 27-ാം തീയതി ചൊവ്വാഴ്ച അഥവാ ദുൽഖഅദ് 29 മാസപ്പിറവി കാണാൻ സാധ്യതയുണ്ട്. കാരണം 24 മിനിറ്റ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാനത്ത് ചന്ദ്രനുണ്ട്. കാണുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 28-ാം തീയതി ബുധനാഴ്ച ദുൽഹജ്ജ് 1. അപ്പോൾ ദുൽഹജ്ജ് 1 പിറന്നാൽ ആ ദുൽഹജ്ജ് മാസത്തിന് എല്ലാ മാസങ്ങളെക്കാൾ പ്രാധാന്യമുണ്ട്. അതിന് ആദ്യത്തെ 10 പ്രത്യേകതയുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ഖുതുബകളിൽ കേൾക്കാം. അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതൊക്കെ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്ത ബുധനാഴ്ചയാണല്ലോ. അപ്പോൾ ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇതാ ദഖലൽ അശ്റ, ഉമ്മു സലമ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യാണ്. അവസാനത്തെ ദുൽഹിജ്ജ മാസം പിറന്നാൽ അഥവാ അതിൻ്റെ ദുൽഹിജ്ജ മാസത്തിന് ആദ്യത്തെ 10 പ്രവേശിച്ചാൽ വഇൻദഹു ഉളുഹിയ്യത്തുൻ, അവൻ്റെ അടുക്കൽ ഒരു ബലിമൃഗമുണ്ട്. യുരീദു അൻ യുളഹിയ, ആ ബലിമൃഗത്തെ അറുക്കാൻ അവൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയുള്ള ആളുകളൊക്കെ അവര് ഫലാ യൗഖദന്ന ഷഅറഹു വലാ യഖ്ലമൻ അദ്ഫറ, അവന് ശരീരത്തിലെ രോമങ്ങൾ നീക്കം ചെയ്യരുത്, നഖങ്ങൾ മുറിക്കരുത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതുവരെ? ബലികർമ്മം നിർവഹിക്കുന്നത് വരെ. ബലി നിർവഹിക്കുന്നത് 2ാമത്തെ പെരുന്നാക്കാണെങ്കിൽ എപ്പോഴാണ്? അയ്യാമത്തെ ശരീക്ക് 11, 12, 13 വരെ, 13 അസ്ർ വരെ ഉളുഹിയ്യത്ത് അറക്കാം. ഇപ്പം ചില ആൾക്കാർ ഉളുഹിയ്യത്തിന് കൂടി എന്നിട്ട് പിന്നെ പെരുന്നാളിന് പള്ളിക്കൊക്കെ വരുമ്പോൾ ക്ലീൻ ഷേവൊക്കെ ആക്കി ഒക്കെ നീക്കിയിട്ട് ഇങ്ങോട്ട് വരും. പാടില്ല. എപ്പോഴാണോ അറക്കണത് ആ അറവ് കഴിഞ്ഞിട്ടേ നഖങ്ങളും രോമങ്ങളും ശരീരത്തിൽ നീക്കം ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഉളുഹിയ്യത്ത് അറുക്കാൻ കഴിവുള്ള ആൾക്കാർ, വലിയ കടബാധ്യതകളൊന്നുമില്ല, എന്നാൽ തൽക്കാലം എൻ്റെ കയ്യിൽ ഒരു ഉളുഹിയ്യത്ത് 10,000 രൂപയാണ് ഇവിടെ നമ്മളെ പള്ളിയിൽ ഷെയർ കൂടുന്ന ആളുകൾക്ക് ഒരു ഷെയറിന് 10,000 രൂപയാണ്. അപ്പോൾ അതിന് കഴിയുന്ന ആളുകൾ ആരെങ്കിലും ഇനി കൂടാത്തവരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകളായിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന്. കാരണം വളരെ ഗൗരവമുള്ള കാര്യമാണ്. വളരെ എക്രബന്ന മുസല്ലാന, ഉളുഹിയ്യത്ത് അറുക്കാൻ അല്ലെങ്കിൽ ഒരു ഷെയർ കൂടാനെങ്കിലും കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ നമ്മളെ മുസല്ലയിലേക്ക് അടുക്കുക പോലും ചെയ്യരുതെന്ന് റസൂൽ പറഞ്ഞത്. അത്രയും ഗൗരവമുള്ള സംഗതിയാണ്. അതുകൊണ്ട് ആ കാര്യം കൂടി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും പങ്കാളികളാകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തിനെയും മർഹമത്തിനെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, രോഗത്തിൻ്റെ വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെ മക്കൾ അല്ലാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അല്ലാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനൻ നാർ വറിഖാബ ആബാഇനാ വഉമ്മഹാത്തിനാ വഅസ്വാജിനാ വഇഖ്വാനിന അൽ മുസ്ലിമീന അജ്മഈന യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാ വദറഖിൽ ശഖാ
وسوء القضاء وشماتة الأعداء اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين.